சாதுவாக இருந்த என்ன நிறைய பேர் சீண்டணும்னு நினைக்கிறாங்க. கராத்தே பாபு மாதிரி தான் நான் கிக் அடிக்க போகிறேன். ரெடியாக இருக்கிறேன். நான் என்னோட லைஃப்ஸ் ஹாப்பியஸ்ட் டேன்னு நான் ட்வீட் பண்ண அவனும் நானும் சேர்ந்து டிக் 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 படம் நடிக்கும் போது இப்படிதான் என் படம் இனிமேந்து ஸ்க்ரீனில் ரிலீஸ் ஆகாது. என் டைவர்ஸ் கிடைக்கிற வரைக்கும். கெனிஷாவை காலி பண்ணி அனுப்பிச்சிட்டீங்க எல்லாரும். சைபர் புல்லிங் பார்க்க விட மாட்டாங்க. ஃபோன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க. ஸ்கூலுக்கு பாடி கார்டு அனுப்புறாங்க. நான் பார்க்காத ஹீரோயினாங்க. என் வேலையே அழகான பொண்ணுங்க கூட தான் நடிக்கிறது. ஏன் இப்போ நான் வெளியே போயிட்டு யார் கூடயோ போனது தான் உங்களுக்குலாம் தெரியும். அதுக்கு முன்னாடி நான் 2 வருஷம் ஹோட்டலில் അங்கே ഇங்கே തങ്ങുന്നതെല്ലാം உங்களுக்கு தெரியும். നമ്മുടെ സ്വന്തം ജയൻ രവി അഥവാ രവി മോഹൻ ആളുടെ ഒരു പ്രസ് കോൺഫറൻസ് വളരെ അടുത്ത് പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും അതിനു പുറത്ത് പല മലയാളികളും തമിഴന്മാരും അങ്ങനെ കന്നഡയിലും ഫേമസ് ആയ ഒരു വ്യക്തിയാണ് ജയൻ രവി. യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാവരും ഈ വീഡിയോ കണ്ടുക. പക്ഷെ നമ്മൾ എല്ലാവർക്കും ഈ ജയൻ രവി പറയുന്നതിൽ നമ്മൾ ഇന്റർവ്യൂ മാത്രമേ കണ്ടു കാണും, അല്ലെങ്കിൽ കുറെ ഗോസിപ്സ് മാത്രമേ കേട്ട് കാണത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താണ് ഒറിജിനൽ പ്രശ്നം എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആ പ്രശ്നം എന്താണ്, റിയൽ റീസൺ എന്താണ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കെനിഷയുടെ ഒരു സ്റ്റേജ് ഷോയിൽ നിന്നാണ്. കെനിഷയുടെ ഒരു സ്റ്റേജ് ഷോയിന്റെ ഒരു ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ജയൻ രവിയും കെനിഷയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പിനടിയിൽ വന്ന കമന്റുകളാണെങ്കിൽ വളരെ മോശകരമായ കമന്റുകളും ആയിരുന്നു. ഇതിന് തൊട്ട് മുന്നെയാണ് ജയൻ രവിയും ആരതിയും തമ്മിലുള്ള ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നമ്മളെ സോഷ്യൽ മീഡിയയിലോട്ട് പബ്ലിഷ് ആവുന്നത്. ഇത്രയും മാത്രം ജയൻ രവിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവാൻ കാരണം തന്നെ ഇവർ തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇത്രയും വർഷത്തെ ഒരു മാരേജ് ലൈഫ്, ഏകദേശം ഒരു 15 വർഷത്തെ മാരീഡ് ലൈഫാണ് അവർ തമ്മിൽ. അത് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അവർ ഹാപ്പി മൂമെന്റ്സ് എല്ലാം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ സോഷ്യൽ മീഡിയാസിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലെ ജയൻ രവി ആരതി എന്ന് കേൾക്കുമ്പോൾ ഐഡിയൽ കപ്പിളാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ തെറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. ഇതിൽ ആരുടെയോ ഭാഗത്ത് തെറ്റാണ്. ആ ടൈമിലാണ് ഈ ഒരു വീഡിയോ പുറത്ത് വരുന്നത്. അപ്പോൾ നോർമലി ബ്ലെയിം ഒന്നും ജയൻ രവിയുടെ തലയിലായി. എന്ന് വെച്ചാൽ ജയൻ രവി കെനിഷയ്ക്ക് വേണ്ടിയാണ് മക്കളെയും ആരതിയെയും ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്നൊക്കെ പറഞ്ഞ് ജയൻ രവിയെ സൈബർ ബുള്ളിങ്ങിന്റെ അങ്ങേ അറ്റത്തെത്തിച്ചു. ജയൻ രവിക്ക് മാത്രമല്ല, കൂടെ നിന്ന് കെനിഷയ്ക്കും ഒരുപാട് സൈബർ ബുള്ളിങ് കിട്ടി. അതുകൂടാതെ പല ആക്ടേഴ്സും ആക്ട്രസ്മാരും എല്ലാം വന്നിട്ട് ജയൻ രവിയെ നെഗറ്റീവായിട്ടും പറയാൻ തുടങ്ങി. ജയൻ രവിയുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന പലരും വന്ന് പറയാൻ തുടങ്ങി. നമുക്കറിയാം ആരൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ജയൻ രവിക്ക് എതിരായതോടുകൂടി ജയൻ രവി ആകെ തകർന്നു. അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് പുള്ളിക്കാരൻ ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് പുള്ളിക്കാരൻ മെയിനായിട്ട് പറയുന്നത് 50 ലക്ഷം വെച്ചിട്ട് 2 മക്കൾക്കും കൊടുക്കുന്നുണ്ട്. താൻ തന്റെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നു. താൻ തന്റെ ജീവനേക്കാൾ തുല്യം സ്നേഹിച്ച മക്കളെ കാണാൻ പോലും ആരതി സമ്മതിക്കുന്നില്ല. ഒന്ന് ഫോൺ വിളിക്കാനോ ഒന്ന് പോയി കാണാനോ ഒന്നിനും ആരതി സമ്മതിക്കുന്നില്ല. അവരെ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ ആരതി തട്ടിപ്പറിക്കുന്നതായും കാണാൻ പോയാൽ അവരെ ബോഡി ഗാർഡ് വെച്ച് സംരക്ഷിക്കുന്നതായുമാണ് പറയപ്പെടുന്നത്. തനിക്ക് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു, തനിക്ക് സ്വന്തം വീട് നഷ്ടപ്പെട്ടു, സ്വന്തമായ ഒരു അക്കൗണ്ട് പോലും ഇല്ല, എല്ലാം ജോയിന്റ് അക്കൗണ്ട് ആണെന്നാണ് ജയൻ രവി പറയുന്നത്. ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്താൽ പോലും ആരതി ചോദിക്കുമായിരുന്നു എന്തിനാ എടുത്തതെന്ന്. താൻ ഉണ്ടാക്കുന്ന പൈസ എടുക്കുന്നതിന് പോലും ആരതിയുടെ പെർമിഷൻ എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു തന്റേത് എന്നാണ് ജയൻ രവി പറഞ്ഞത്. താനും ആരതിയും തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു. തന്റെ പാരന്റ്സ് പറഞ്ഞതാണ് ഈ വിവാഹം ശരിയാവില്ലെന്ന്. പക്ഷേ അപ്പോൾ ആരതി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. അങ്ങനെയാണ് മാരേജ് ചെയ്തത്. അങ്ങനെ 15 വർഷത്തിലേറെ ഒന്നും മിണ്ടാതെ താൻ സഹിച്ചു. ഇപ്പോൾ തന്നെ തന്റെ മക്കളെ പോലും കാണിക്കാറില്ല. തന്റെ കൂടെ സപ്പോർട്ടിനായി നിന്ന കെനിഷയെ കൂടി സൈബർ ബുള്ളിംഗ് കാരണം നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു പക്ഷം പറയുന്നത് ആരതിയുടെ അറിവോടെ അല്ല ഈ കേസ് കോടതിയിലെത്തിയതെന്നാണ്. അതായത് ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സ് കേസ് അല്ല എന്ന്. ഇതാണ് ജയൻ രവിക്ക് ഒരു വലിയ സൈബർ ബുള്ളിങ്ങിന് കാരണമായി മാറിയത്. അതിനിടയ്ക്കാണ് ജയൻ രവി കെനിഷ റിലേഷൻഷിപ്പിന്റെ ഒരു ഗോസിപ്പ് പുറത്തു വന്നത്. ഇതും കൂടി ആയപ്പോൾ ഫാൻസ് ആകെ തിരിഞ്ഞു. ആളുകൾ ജയൻ രവി വളരെ മോശമായി പറയാൻ തുടങ്ങി, ചീറ്റർ എന്നൊക്കെ പറയാൻ തുടങ്ങി. അതിനെ തുടർന്നാണ് ജയൻ രവി ഈ പ്രസ് കോൺഫറൻസ് വിളിക്കുന്നത്. താൻ ഇപ്പോഴും തന്റെ 2 മക്കൾക്കും 50 ലക്ഷം വെച്ച് കൊടുക്കുന്നുണ്ടെന്നും അവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ലെന്നും താൻ തന്റെ ജീവനേക്കാൾ തുല്യം തന്റെ മക്കളെ സ്നേഹിക്കുന്നുവെന്നും ഒക്കെയാണ് ജയൻ രവി പ്രസ് കോൺഫറൻസിൽ പറയുന്നത്. ഇങ്ങനെ പറയാനുള്ള മെയിൻ കാരണം ചിലർ പറയുന്നുണ്ടായിരുന്നു കെനിഷയ്ക്ക് വേണ്ടിയാണ് ജയൻ രവി ഈ മക്കളെയും വൈഫിനെയും ഒക്കെ മാറ്റി നിർത്തിയിരിക്കുന്നത്, കെനിഷയുമായുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് എന്നുള്ളതിനുള്ള മറുപടിയായാണ് ജയൻ രവി ഇത് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വീഡിയോ വൈറലായ ശേഷം എല്ലാവരും പറഞ്ഞു തുടങ്ങി ആണുങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന്. ആദ്യം പ്രേമിച്ച് പാട്ടിലാക്കും, പിന്നെ അവരെ യൂസ് ചെയ്യുമെന്നൊക്കെ പറയാൻ തുടങ്ങി. ആരതി ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷനും തന്നിട്ടും ഇല്ല. അത് മാത്രമല്ല ലാസ്റ്റായി ജയൻ രവി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആരതിയും താനുമായുള്ള ഡിവോഴ്സ് കഴിയാതെ താൻ ഒരു സിനിമയിലും ഇനി അഭിനയിക്കില്ല, കാരണം തനിക്ക് അഭിനയിക്കാൻ കഴിയുന്നില്ല എന്നാണ് ജയൻ രവി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഫാൻസിന് വളരെയധികം ദുഃഖം തോന്നും. പിന്നെ ഒരു കാര്യം എന്നാൽ ഇതിലിപ്പോൾ ആരുടെ സൈഡിലാണ് ന്യായം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് നമുക്ക് മറ്റൊരു സൈഡ് കുറ്റക്കാരാണെന്നോ തെറ്റുകാരാണെന്നോ പറയാൻ കഴിയില്ല. കാരണം ആരതിയുടെ സൈഡ് കൂടി കേട്ടാൽ മാത്രമേ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് ക്ലാരിഫൈഡ് ആയിട്ട് പറയാൻ പറ്റൂ. ഇതുവരെ ആരതിയുടെ സൈഡ് ക്ലാരിഫൈ ചെയ്ത് ഒരു മറുപടി തന്നിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ആരതി അങ്ങനെ ഒരു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഇത് അവരുടെ പേഴ്സണൽ ലൈഫ് ആണല്ലോ, അപ്പോൾ അവർ തന്നെ പറയണം. ഫ്യൂച്ചറിൽ ആരതി എന്ത് പറയുന്നു എന്നനുസരിച്ച് ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ.